ശരിക്കും ഈ ബിപിയുടെ മരുന്ന് കഴിക്കുന്നവര് പലപ്പോഴും ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഈ മരുന്ന് കഴിച്ച് ഹാർട്ടിനോ അല്ലെങ്കിൽ സ്ട്രോക്ക് വഴി ബ്രെയിനിനോ അല്ലെങ്കിൽ കിഡ്നിക്ക് ഡാമേജോ കിഡ്നിക്കോ ലിവറിനോ ഒക്കെ ഡാമേജ് വരാതിരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പം ഈ മരുന്ന് കഴിച്ച് ആ കോംപ്ലിക്കേഷൻസ് ഈ അസുഖങ്ങൾ കോംപ്ലിക്കേഷൻസ് വരാതിരിക്കുക എന്നുള്ളതാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റിസ്ക് ഹാർട്ടിനുള്ള റിസ്ക് ആണെങ്കിലും ബ്രെയിൻ സ്ട്രോക്കിനുള്ള റിസ്ക് ആണെങ്കിലും കിഡ്നിയുടെയും ലിവറിൻ്റെയും ഒക്കെ ആരോഗ്യത്തിൻ്റെ റിസ്ക് ആണെങ്കിലും ഈ റിസ്കുകൾ നേരിട്ട് നമ്മൾക്ക് എത്രമാത്രം കുറയ്ക്കാൻ സാധിക്കുമോ മരുന്നുകൾ കൂടാതെ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ മരുന്ന് കഴിക്കുന്നത് ഈ റിസ്ക് കുറയ്ക്കാനാണ്. അപ്പം മരുന്നുകൾ കൂടാതെ എങ്ങനെ റിസ്ക് കുറയ്ക്കാൻ പറ്റും എന്നുള്ളത്. അപ്പം എന്താണ് ശരിക്കും പേഷ്യൻസ് മനസ്സിലാക്കേണ്ടത്? ഈ ഹാർട്ടിനും ബ്രെയിനിനും കിഡ്നിക്കും ലിവറിനും ബി പി കാരണം റിസ്ക് കുറയ്ക്കുന്നതിൻ്റെ ഒരു ആവശ്യത്തിലേക്ക് മരുന്ന് കഴിക്കുന്നത് പോലെ തന്നെ മരുന്നില്ലാതെ തന്നെ ഈ റിസ്ക് കുറയ്ക്കാൻ എന്താണ് അവർക്ക് ചെയ്യാൻ സാധിക്കുക? നമ്മളുടെ ഈ പ്രോബ്ലംസിനെല്ലാം ഞാൻ പറഞ്ഞാൽ മെറ്റബോളിക് ഡിസോർഡറിലാണ് ഇതെല്ലാം വരുന്നത്. പ്രഷർ വരുന്നത്, ഡയബറ്റീസ് വരുന്നത്, ഇങ്ങനെ അതുപോലെ കിഡ്നി ഡിസീസ് വരുന്നത്, ഇതെല്ലാം മെറ്റബോളിക് ഡിസോർഡറിൻ്റെ ഒരു അഗ്രഷനായിട്ട് വരുമ്പോഴാണ്. ഞാൻ അതിനൊരു പേഷ്യൻറ്റിൻ്റെ തന്നെ ഒരു മൾട്ടിപ്പിൾ കോംപ്ലിക്കേഷൻ ഉള്ള ഒരു പേഷ്യൻ്റ് തന്നെ പറയാം. നമ്മൾ കുറച്ച് മുമ്പേ പറഞ്ഞതിനേക്കാളും കൂടുതൽ കോംപ്ലിക്കേഷൻ ഉള്ളത് പറയാം. അവർക്ക് എന്ത് ബെനിഫിറ്റ് വന്നെന്ന് കാണുമ്പം ഈ ക്ലിനിക്കലി സപ്പോർട്ടഡ് ലൈഫ് സ്റ്റൈൽ കറക്ഷൻ കൊണ്ട് ഈ കുറേ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പോലും എന്ത് ബെനിഫിറ്റ് വരുന്നു എന്ന് നോക്കാം. ഇതൊരു 70 വയസ്സുള്ള പേഷ്യൻ്റാണ്. അദ്ദേഹത്തിന് 167 സെൻറ്റിമീറ്റർ പൊക്കവും 79 കിലോ ആണ് അദ്ദേഹത്തിൻ്റെ തൂക്കം. 79.2. ഓക്കെ. അദ്ദേഹം കുറേ ബി പിക്ക് വേണ്ടിയിട്ട് കുറേ അധികം മരുന്ന് കഴിക്കുന്നുണ്ട്. ഇവർ ഫൈനലി ആക്ച്വലി എൻ്റെ അടുത്ത് വരുമ്പം കുറേ രോഗങ്ങളുണ്ടെങ്കിലും ബി പി എത്ര മരുന്ന് എടുത്തിട്ടും കൺട്രോൾ ആകുന്നില്ല എന്നുള്ളതിനാണ് ഇവർ വരാൻ കാരണം. അപ്പം ഇദ്ദേഹം ബി പിക്ക് എടുക്കുന്നത് പ്രസോസിൻ എടുക്കുന്നുണ്ട്, 2 നേരമുണ്ട്. അതുപോലെ ഓൾമിസാർട്ടാൻ എടുക്കുന്നുണ്ട്, മിനോക്സിഡിൽ എടുക്കുന്നുണ്ട്, മെറ്റപ്രലോൾ എടുക്കുന്നുണ്ട്, നെൽബുലോൾ എടുക്കുന്നുണ്ട്. അപ്പം ഇത്ര അധികം മെഡിസിൻസ് ആണ്. അതുകൂടാതെ അദ്ദേഹം ഒരു SLE എന്ന് പറഞ്ഞൊരു രോഗം കൂടെ ഉണ്ട്. ANA പോസിറ്റീവ് ആയിരുന്നു. അതിനുവേണ്ടി അതുപോലെ റുമറ്റോയിഡ് ആർത്രൈറ്റിസും ഉണ്ടായിരുന്നു. അതായത് ആർത്രൈറ്റിസും കൂടെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് HCQ എടുക്കുന്നുണ്ട്, പിന്നെ സ്റ്റീറോയിഡ് എടുക്കുന്നുണ്ട്. കൂടുതൽ അറിയാൻ ലിങ്ക് ക്ലിക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക.